27 വർഷം മുൻപ് പ്രഖ്യാപിച്ച ശബരിപാതയുടെ നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ നടപ്പാകില്ലെന്ന് ഉറപ്പായതായി കോതമംഗലം മേഖലയിലെ ഭൂ ഉടമകൾ. 1997-98 കാലഘട്ടത്തിൽ ശബരിപാതയ്ക്ക് നിർമ്മാണ അനുമതി ലഭിച്ചതു മുതൽ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കിച്ച് പദ്ധതി നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അങ്കമാലി എരുമേലി ശബരിപാതയുടെ ഭാവി സംബന്ധിച്ചാണ് ഭൂ ഉടമകളിൽ ആശങ്ക രൂപപ്പെട്ടിരിക്കുന്നത്. സിംഗിൾ ലൈനു പകരം ഡബിൾ ലൈൻ ആക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും ത്രികക്ഷി കരാർ അംഗീകരിക്കില്ലെന്ന സംസ്ഥാന നിലപാടും ഇപ്പോൾ പദ്ധതിയെ പൂർണ്ണമായി അവതാളത്തിലാക്കിയിരിക്കുകയാണെന്ന് ഇവർ പറയുന്നു. സ്ഥലം അക്വയർ ചെയ്തതിനാൽ വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയാണ് ഭൂവുടമകൾ നേരിടുന്നത്. ഏതു സമയവും വീട് ഒഴിയേണ്ടി വരുമെന്ന സാഹചര്യം ഉള്ളതിനാൽ ചോർന്നൊലിക്കുന്ന വീടുകൾ പോലും പുതുക്കിപ്പണിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 27 വർഷമായി ഭൂ ഉടമകൾ ജപ്തി ഭീഷണിയിലും കടക്കണിയിലുമാണ് ഇവിടെ കഴിഞ്ഞു വരുന്നതും. ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിട്ടും അവയെല്ലാം പദ്ധതിക്കായി അക്വയർ ചെയ്തു പോയതിനാൽ ക്രയവിക്രയം ചെയ്യാൻ കഴിയാതെ ദുരിതജീവിതം നയിക്കേണ്ടി വരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. 1997 അനുമതി ലഭിച്ച അങ്കമാലി എരുമേലി ശബരിപാതയുടെ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിലെ പാലവുമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒന്നുകിൽ ശബരി റെയിൽ പദ്ധതി നടപ്പാക്കണമെന്നും അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്നും ജപ്തി ഭീഷണി നേരിടുന്ന തങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും പ്രദേശവാസിയായ മാർഗരറ്റ് ചാക്കോ പറഞ്ഞു. 1 ഏക്കർ 65 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം മുഴുവൻ റെയിൽവേക്ക് കല്ലിട്ട് പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് സ്ഥലം വിറ്റ് മകളെ കെട്ടിക്കാനായിട്ട് കുറച്ച് സ്ഥലം സൊസൈറ്റിയിൽ നിന്ന് പൈസ മേടിച്ചു. അതടക്കാൻ ഞങ്ങൾ എടുത്തതിൻ്റെ ഇരട്ടി പലിശ ഞങ്ങൾ അടച്ചു തീർത്തിരിക്കുകയാണ്. ഇപ്പോഴും അവർ ജപ്തിയിൽ വന്നിരിക്കുകയാണ്. മൊത്തം അടച്ച് നിങ്ങൾ അടക്കണം. ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തടക്കാനാണ്. 2 പ്രായമായ അമ്മമാരുണ്ട്. എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്ന് ഹാർട്ട് പേഷ്യൻ്റാണ്. അങ്ങനെ മരുന്നിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്ന് ആ സൊസൈറ്റിയിലെ പണം ഗവൺമെൻറ് അടക്കുക, അല്ലാണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ സമീപകാലത്തൊന്നും ഈ പാത വരില്ലെന്ന് വ്യക്തമായെന്നും അതിനാൽ പദ്ധതി ഉപേക്ഷിച്ച് ഇരകളായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ കൺവീനർ ഗോപാലൻ വെഡ്ഡുവഴി പറഞ്ഞു. സിംഗിൾ ലൈനാണ് ഈ പാത ഇപ്പോൾ ഉള്ളത്. അത് ഡബിൾ ലൈൻ ആക്കണമെന്ന് കേന്ദ്രം പറയുന്നു. അത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. കാരണം ഇനിയും സർവേ വേണം, ലാൻഡ് അക്വിസിഷൻ വേണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റിസർവ് ബാങ്കിനെ ഉൾപ്പെടുത്തി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉൾപ്പെട്ട ഒരു കരാർ ഉണ്ടാക്കണം എന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. എന്തായാലും അത് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അപ്പോഴും തർക്കമായി. വീണ്ടും സംസ്ഥാനം പറയുന്നത് കടമെടുപ്പ് പരിധി ഉയർത്തണം. അത് കേന്ദ്രം സമ്മതിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഈ പാത ഒരു കാരണവശാലും സമീപകാലത്ത് വരാൻ പോകുന്നില്ലെന്ന് വ്യക്തമാണ്. പാവപ്പെട്ടവർ ജീവിക്കട്ടെ. അവർക്ക് കടബാധ്യതയാണ് ഏറ്റവും അവരുടെ അഭിമാനത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന ജീവിത സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. 100 കണക്കിന് ആളുകളാണ് ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ബാധ്യത തീർക്കാനുള്ള ഒരു പാക്കേജ് അനുവദിക്കണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ് ഭൂ ഉടമകളും. ന്യൂസ് ബ്യൂറോ, മീഡിയ ടുഡേ ന്യൂസ്. ഇതാണ് സീപ്പേൾ ഫിക്സ് ചെയ്യുന്ന നാച്ചുറൽ ഹെയർ. ഇതൊരു കൊറിയൻ മെയ്ഡാണ്. ഞാൻ ധൈര്യമായി ഇറക്കുമതി ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഹെയർ ഫാൾ പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായി സീപ്പേൾ സമീപിക്കാവുന്നതാണ്. ഹെയർ ഫിക്സിനകത്ത് 25 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളതുപോലെ തന്നെ 25 വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് 100% സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ 2 വർഷം അടുത്തായിട്ട് ഞാൻ ഈ പാച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സീപ്പേളിൻ്റെ റെഗുലർ കസ്റ്റമറാണ്. ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് 25% ഡിസ്കൗണ്ട് ആണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർവീസ് ആവശ്യമുള്ള എല്ലാവരും തന്നെ ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക.